അനുമോളും ഷാനവാസും ജിഷിലും അവര് മൂന്നുപേരും സത്യം പറഞ്ഞ ഒരു ടീം ആകുന്നുണ്ട്. അനീഷും കൂടെ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആക്ച്വലി അനുമോളോട് ഷാനവാസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോള് ടേക്ക് കെയർ ചെയ്തില്ല എന്നൊരു കംപ്ലൈന്റ് കൊണ്ട് ഷാനവാസ് പോയി ചേർന്നിട്ടുണ്ടായിരുന്നത് ആദില നൂറയുടെ അടുത്താണ്. പക്ഷെ അവിടെയുള്ള യഥാർത്ഥ കള്ളികൾ അവരാണ് എന്നുള്ള തിരിച്ചറിവ്, പ്രത്യേകിച്ച് ആദിലയെ പറ്റിയിട്ടുള്ളൊരു തിരിച്ചറിവ് ഷാനവാസിന് കൃത്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ റിയാസ് വിഷയത്തിൽ ഷാനവാസും റിയാസും തമ്മിൽ നടന്ന ഫൈറ്റിൽ ആദില നിന്നത് റിയാസിനൊപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഷാനവാസ് എന്ന വ്യക്തി ബോധ്യപ്പെട്ട ഒരു അല്ല, ഷാനവാസിനെന്നല്ല പൊതുസമൂഹത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇവർ ഭയങ്കര വിഷമം അനുഭവിക്കുന്ന ഒരു ടീമാണെന്നാണ്. അതായത് ഈ LGBTQ കമ്മ്യൂണിറ്റിയിലെ ആദില നൂറ, അവർ ക്യൂർ കമ്മ്യൂണിറ്റി, അവരാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വിഭാഗം എന്ന തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഷാനവാസിനെ പോലെ തന്നെ ഒട്ടനേകം പേർക്ക്. ആ ധാരണ തിരുത്താൻ റിയാസിന്റെ എൻട്രി കൊണ്ട് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ആദിലയിലെ ആ ശൗര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ റിയാസ് അവിടെ വരുമ്പോൾ തൊട്ട് ആദില വേറൊരാളായി മാറുകയാണ് ചെയ്തത്. അതുവരെ ഈ നെവീന് വേണ്ടിയിട്ട് അല്ലെ നെവീന് എഗൻസ്റ്റ് ആയിട്ട് ഷാനവാസിനൊപ്പം നിന്ന് ആദിലയെ ആയിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. ആക്ച്വലി നെവീൻ ഷാനവാസിനോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. അത് വളരെ മോശമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് അവൻ്റെ ഒപ്പം കിടക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചതും. ആ വിഷയം വന്ന് ആദില നൂറയോട് തന്നെയാണ് ഷാനവാസ് അവതരിപ്പിച്ചതും. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഒരു പക്ഷെ അവർക്ക് ഇവരെ മനസ്സിലാകും, എന്തെങ്കിലും രീതിയിലൊരു ഐഡിയ അവന് കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നെങ്കിലും പറയുമെന്ന് കരുതിയിട്ടായിരിക്കും അവരുമായിട്ട് തന്നെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടാവുക. ആ ഡിസ്കഷനിൽ അയാൾ ഒട്ടും കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് മാറിക്കിടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നോർമലൈസ് ചെയ്ത് ഇവരെയൊക്കെ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്താണ് ഇതിനകത്തൂടെ പുറത്തേക്ക് വരുന്നത്. ഇനി ചിലപ്പോൾ മോഹൻലാൽ വന്നിട്ട് പറയുകയുണ്ടാവോ ഷാനവാസാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ, അതായത് ഇപ്പം ഷാനവാസും ഇയാളും തമ്മിലുള്ള ഗുസ്തിയിൽ ഞാനത് ശരിക്കും ക്ലോസ് ആയിട്ട് കണ്ടിരുന്നു. ഷാനവാസിന്റെ കൈ തട്ടി തന്നെയാണ് ആ ഫുഡ് പോകുന്നത്, ഷാനവാസിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ മിസ്റ്റേക്ക് വരുന്നതും. അങ്ങനെ പോയി ചാടി പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിൽ വന്നതാണ് ആ ഒരു പ്രോപ്പർട്ടി ഉടഞ്ഞതും. ഇനി അതിനകത്ത് എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിവേ, അതൊക്കെ മാറ്റപ്പെട്ടു. ഓരോ ദിവസവും ഓരോരോ വഴക്കുകളാണല്ലോ അവിടെ. നെവീൻ എന്ന വ്യക്തി സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കുൽസിത പ്രവർത്തികളുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. എപ്പോഴും എല്ലാവർക്കും ജോക്ക് മൂഡും ആയിരിക്കത്തില്ല. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു മൂഡ് കൊണ്ട് നടക്കുന്ന നെവീൻ അവിടെ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ളത് ഷാനവാസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഷാനവാസ് പറഞ്ഞ കാര്യം അനീഷിനോട് ഷാനവാസ് പറയുമ്പോൾ അനീഷ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, അനീഷിനത് മനസ്സിലാവുന്നുണ്ട്. ജിഷിൻ മാറിയിരുന്നത് ഇന്നലെ മാറിയിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നിയിരുന്നു, എന്താ ഒന്നും മിണ്ടാതെ മാറിയിരിക്കുന്നതെന്ന്. ആക്ച്വലി ജിഷിൻ കുറച്ച് സന്തോഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ലക്ഷ്മിയെ റിയാസ് ടാർഗറ്റ് ചെയ്യുമ്പോൾ. കാരണം ജിഷീന് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജിഷീൻ വന്ന സമയത്ത് അനീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ ഡിവോഴ്സിനെ പറ്റിയിട്ട്. ആ ഇൻസൾട്ടിനെ സ്റ്റോപ്പ് ചെയ്തത് ലക്ഷ്മിയാണ്. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ ഒരു റീസണിൽ ജിഷീൻ ഒന്നും അല്ലാണ്ടായി തീരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ജിഷീൻ ശരിക്ക് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ലക്ഷ്മി പറയുന്ന ഒരു കാര്യത്തിൽ, നിന്റെ കുട്ടിയെ പോലും നീ നോക്കുന്നില്ല എന്നുള്ള കാര്യമില്ല ഞാൻ അറിഞ്ഞത് എന്ന രീതിയിൽ പറയുമ്പോൾ ജിഷീൻ ഒന്നും അല്ലാതാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ലക്ഷ്മിയെ പറ്റി അത്രയും മോശമായിട്ട് റിയാസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ജിഷീൻ മൗനമായിരുന്നത്. ഞാൻ ആദ്യം കരുതിയത് ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ അയാളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും മൗനമായിരിക്കുന്നത്. പക്ഷെ അതോ ലക്ഷ്മിക്ക് നല്ല കിട്ടട്ടെ എന്നുള്ള ഫോമാണോ എന്നറിയില്ല, അയാൾ മൗനമായിരിക്കുന്നത് കണ്ട്. അനീഷ്, ജിഷിൻ, ഷാനവാസ്, അനുമോൾ, ഇവരൊക്കെ ഒരു ടീമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ലക്ഷ്മിയുടെ വിഷയത്തിൽ ലക്ഷ്മിയെ ഈ കൂട്ടത്തിൽ ചേർക്കാൻ ഒക്കത്തില്ല. കാരണം ലക്ഷ്മി പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചാഞ്ചാടി കളിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോഴൊക്കെ പോയി ഒനീലിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണാം. ഏതായാലും നല്ല രീതിയിൽ ഈ ഒരു വിഷയം കത്താൻ ചാൻസ് ഉണ്ട്. മോഹൻലാൽ വരുമ്പോൾ നെവീൻ വിഷയം എന്തായാലും ആ ടേബിളിലേക്ക് വരും. അവിടെ ആദില ഇപ്പോൾ ഷാനവാസ് എക്സ്പെക്ട് ചെയ്യുന്നത് കണക്ക് സപ്പോർട്ട് ചെയ്തൊന്നും വരത്തില്ല. ഇതേ സാധനം ആദില അനുമോൾക്കിട്ടും കളിച്ചിട്ടുണ്ട്. അനുമോൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് മോഹൻലാലിൻ്റെ ഫ്രണ്ടിൽ വരുമ്പം ട്വിസ്റ്റ് അടിക്കുന്ന ഒരു പരിപാടി ആദിലയ്ക്കുണ്ട്. അത് പൂർണ്ണമായും ഷാനവാസിന് ബോധ്യപ്പെടും ഈ വീക്കെൻഡിൽ, അത് ഉറപ്പാണ്. കാരണം ആദില എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഇല്ലാത്ത പെണ്ണാണ്. അത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും. നെവീൻ വിഷയത്തിൽ അയാളെ സ്ക്രൂ ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് പോലും ആദിലയാണ്. ആദില നല്ല പോലെ ബാക്ക് ചെയ്തു. അതും അനീഷ് സപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലും
ആദിലയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് ഷാനവാസ് കുറച്ചുകൂടെ സ്ട്രെങ്തനായി ഈ വിഷയത്തിന് എടുത്തിട്ടത്. ഇത് പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പറയാതെ വിടാന്നുള്ള ടൈമായിരുന്നു. പലപ്പോഴും ഈ നെവിനെ പറ്റി അവിടെ പലപ്പോഴും ഡിസ്കഷൻ നടത്തുമ്പോഴൊക്കെ ക്യാമറ പിന്നെ പേരെ എങ്ങോട്ടെങ്കിലും ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ വിഷയം ഡിസ്കസ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല. ബിഗ് ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ തീരെ മന്ദബുദ്ധികളല്ല. ഈ വിഷയം ഡിസ്കഷന് വരുമ്പോൾ ഇവർ ചെയ്യുന്ന മൈനസ് പോയിന്റും കൂടെ നമ്മൾ പറയും. കഴിഞ്ഞ പ്രാവശ്യത്തത് ജാൻമണിയുടെ ടോക്സിക് ഇത് നിങ്ങൾ കണ്ടതാണ്. ഇവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ, സിമ്പതിയുടെ പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന തോന്നിവാസം കൂടെ നോക്കണം. നാദിറ അവർ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് ചെയ്ത ഒരു സ്ത്രീയാണ് നാദിറ. അവർ സ്ത്രീയായിട്ട് തന്നെ പരിഗണിക്കാനും പറ്റും, കാരണം അവർ പൂർണ്ണമായി മാറി കഴിഞ്ഞിരിക്കുന്നു, നന്നായി പെർഫോമും ചെയ്തിട്ടുണ്ട്. അവർ കാരണമാണ് ഒരുപക്ഷെ ഈ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത് ഞാൻ പറയും. ബാക്കിയെല്ലാം വളരെ ടോക്സിക് ആണ്. ജാസ്മിൻ മൂസായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, എന്തൊരു ബഹളമാണ് ആ സ്ത്രീ, എന്തൊരു ബഹളമാണ്. അപ്പോൾ ഇത് നമുക്ക് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല മെസ്സേജാണ്. ഒരുപക്ഷെ ഇവറ്റകൾ വിചാരിക്കുന്നുണ്ടാകും ഇവരെ പുകഴ്ത്താനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെയാണ് ഇതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കുറച്ചുകൂടെ ഡീഗ്രേഡ് ചെയ്യാനാണ് ഈ വർഷത്തെ ഷോ ഉപയോഗിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ആദിലയുടെ ഈ മാറ്റം, തടുമാറ്റം നമുക്ക് ഷാനവാസിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ വരുമ്പോൾ കാണാൻ പറ്റും. കാരണം മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ച് ആദില ഷാനവാസിന് പണി കൊടുക്കും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. കാരണം ആ സമയത്ത് അവൾ മാറും. കാരണം അവൾക്ക് ആ കമ്മ്യൂണിറ്റിയോട് ഫേവർ ഉണ്ട്. നൂറയെ പോലെയല്ല, നൂറയ്ക്ക് വ്യത്യസ്തതയുണ്ട്. നൂറ വ്യത്യസ്ത ചിന്താഗതിക്കാരിയാണ്, നൂറ പെട്ടുപോയതാണ്. പക്ഷെ അത് അവൾക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അവൾ ഭയങ്കരമായിട്ട് ആദിലയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അവളുടെ ആ ലൈഫ് പോയത്. അവൾ വളരെ വൈകിയേ മനസ്സിലാവുള്ളൂ. വൈകാതെ തന്നെ നൂറ വന്ന് പറയും, യെസ് ഞാൻ ഇതിനകത്ത് ട്രാപ്പിഡാണെന്ന്. ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല, ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നൂറ വല്ലാണ്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിരുന്നു. അവൾക്ക് മനസ്സിലായി ഇത് പൊതുസമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. 100% തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നെഗ്ലക്ഷനും അവഗണനയൊക്കെയാണ്. പുറത്തു വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കണ്ടോളൂ എന്ന് പറയുന്നു. കഴ്സ് ചെയ്യുന്നുണ്ട് റിയാസ് പിന്നെ ലക്ഷ്മിയെ. അതോടൊപ്പം തന്നെ ഷാനവാസിനെ നിങ്ങളെ എല്ലാവരും വെറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെവീൻ പറയുന്നുണ്ട്. നിങ്ങൾ പുറത്തു വരുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോളൂ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ വിഭാഗത്തിലുള്ള ഇവർക്കൊക്കെ ഒരു ബോധ്യമാണ്, അവരെ എതിർത്ത് കഴിഞ്ഞാൽ പുറം സമൂഹം ഇവരെ എല്ലാം എടുത്തങ്ങ് കൊടുക്കുന്നു. ഒരിക്കലുമില്ല. പലരുടെയും നാവാണ് അവർ. ഈ ലക്ഷ്മി ആയാലും ഷാനവാസ് ആയാലും പല വ്യക്തികളുടെ നാവാണത്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ ശല്യം നമ്മൾ അനുഭവിക്കുന്നത്. കൈകൊട്ടി പാടിക്കൊണ്ട് വന്ന് പൈസ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. കൊടുത്തില്ലെങ്കിൽ ചീത്തവിളിയും അങ്ങേയറ്റം മോശ വർത്തമാനങ്ങൾ, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക മാത്രമല്ല നമ്മളുടെ ശരീരഭാഗങ്ങളിൽ കയറി പിടിക്കുക വരെ ചെയ്യുന്നുണ്ട് ഇവറ്റകൾ. അപ്പോൾ ഇതുങ്ങളെ ആ രീതിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മോശ പദപ്രയോഗം നടത്തി എന്നും തോന്നണ്ട. ബട്ട് അതൊരു നമ്മുടെയൊക്കെ ഒരു ഫീലിങ്സ് ആണ് പറഞ്ഞു വെച്ചത്. ഒരു പരിധി വരെ നമ്മൾ അവരെ കൺസേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് വന്നിട്ട് അവർക്ക് ഉണ്ടാവുന്ന മോശം അനുഭവം പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ ഒന്നും അങ്ങനെ നീക്കി നിർത്തരുതെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ ടോക്സിക് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് റിയാസിനെ പോലുള്ളവരുടെ ബിഹേവിയർ. റീസെൻ്റ്ലി 2 കുട്ടികൾ അതിൽ മാറി, ട്രാൻസ് ആയിട്ട് പെണ്ണും പെണ്ണാണായിട്ട് മാറിയിട്ട് ഒരുത്തൻ പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. അത് പേര് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. അത് പയ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ടും. പക്ഷെ അവൻ അനുഭവിച്ച അവൻ അനുഭവിച്ച ആ ടോർച്ചർ, അതിനെപ്പറ്റി അവൻ്റെ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം കൂടുതൽ എക്സ്പ്ലനേഷനും കൊണ്ട് ആ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുത്തുകൊണ്ട് തിരിച്ചു പറയേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് എൻ്റെ ഈ വീഡിയോ. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദിലെ വിശ്വസിക്കേണ്ട, ഷാനവാസിന് 8ന്റെ അല്ല 7ന്റെ പണി ആദില കൊടുക്കും എന്നുള്ളത് ഉറപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.